അവരോടൊപ്പമാണ് മുഴുവൻ പോലീസുകാരും. ഇപ്പോഴും നിങ്ങൾ അവിടെ പോയി നോക്കുമ്പോൾ ഭക്തജനങ്ങൾ പോയിട്ടുള്ളവർ വന്നു. ഒരു മുൻപരിചയവുമില്ലാത്ത പുതിയ പോലീസുകാർ. അവർ വളരെ റൂഡായിട്ടാണ് ഭക്തജനങ്ങളോട് പെരുമാറുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരോട് അവർ ശബരിമല അയ്യപ്പനെ തൊഴാൻ വരുന്നവരാണെന്നുള്ള രീതിയിലല്ല. ഏതാണ്ട് ഈ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെ പോലെ കറുത്ത വസ്ത്രം ധരിച്ച് വരുന്നവരെല്ലാം പോലീസ് വളരെ വളരെ മര്യാദകെട്ട രീതിയിലാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ സംശയിക്കുകയാണ്, ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ ഈ വിഷയമുണ്ടായത് അത് പരിഹരിക്കാൻ ഇപ്പോഴും ഗവൺമെന്റിന്റെ അനാസ്ഥ തുടരുന്നത്. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്തോ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ കയ്യിലല്ലേ? ദേവസ്വം മന്ത്രി മാർക്സിസ്റ്റ് മന്ത്രിയല്ലേ? ആഭ്യന്തരമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനുമല്ലേ ഉത്തരവാദിത്വം? പരിചയസമ്പന്നരല്ലാത്ത പോലീസുകാരെ വെച്ച് 80,000 1,00,000 ആളുകൾ വരുമ്പോൾ അവിടെ ഇപ്പോൾ ഇതുണ്ടായിട്ട് എത്ര ദിവസമായി? പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? വളരെ ശക്തമായ ഞങ്ങളുടെ പ്രതിഷേധവും അസന്തുഷ്ടിയും ഇവിടെ UDF യോഗം രേഖപ്പെടുത്തി. അടിയന്തിരമായി മകരവിളക്കിന് ഇനി 3-4 ദിവസമേ ബാക്കിയുള്ളൂ. അടിയന്തിരമായി പരിചയസമ്പന്നരായ പോലീസുകാരെ അവിടെ വിന്യസിച്ചുകൊണ്ട് ഈ ജനക്കൂട്ടം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം ഭക്തജനങ്ങൾക്ക് അവിടെ വന്ന് 18-ാം പടി കയറാതെ തിരിച്ചു പോകുന്ന നിരാശരായ ആളുകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. അതിന് ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കണം. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്രയും നടന്നതെങ്കിൽ അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചോദിക്കും. ഞാൻ എല്ലാ യോഗ തീരുമാനങ്ങൾ പറയില്ലേ? അല്ല, അതല്ലേ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടാൻ പോവുകയാണ്. തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പുറഞ്ഞുമുട്ടുന്ന ഈ സമയത്ത് സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ വില കൂട്ടാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് ഈ സപ്ലൈകോ ലാഭത്തിൽ നടത്തുന്നതിനെ കുറിച്ചല്ലല്ലോ ആലോചിക്കേണ്ടത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാർക്ക് കുറച്ചു കൊടുക്കുന്നതിന് ഗവൺമെന്റിന്റെ സബ്സിഡൈസ് ചെയ്തിട്ടുള്ള സംവിധാനമാണ് സപ്ലൈകോ. വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സബ്സിഡി വർദ്ധിപ്പിച്ചു കൊടുക്കണം. സാധാരണ ഉപഭോക്താക്കളുടെ തലയിലല്ല ഈ ഭാരം ഇത് അടിച്ചേൽപ്പിക്കേണ്ടത്. അതിന് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും. ഒരു തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നവകേരള യാത്ര കഴിഞ്ഞപ്പോഴാണ് ഇത് വില വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനം തന്നെ പറഞ്ഞത്. ഈ വിലവർദ്ധനവുമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ ഗവൺമെന്റ് പോകുന്നതെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ കിറ്റ് കാണിച്ച് ജനങ്ങളുടെ വോട്ട് പിടിച്ച ഒരു സർക്കാർ ജനങ്ങളുടെ സപ്ലൈകോ ന്യായവിലയ്ക്ക് കിട്ടേണ്ട സ്ഥലത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന പ്രചരണവുമായി മുമ്പോട്ട് പോകാൻ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഗൗരവതരമായ പ്രശ്നമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന ഒന്നാണ് ഈ ഇടുക്കിയിലെ ഭൂപതിവ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച്. ഇതിന് നേരത്തെ തന്നെ ഗവൺമെന്റ് ഇതിൻ്റെ നിയമ ഭേദഗതി വന്നപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറഞ്ഞു ചട്ടത്തിൽ ഭേദഗതി വേണം. നിലവിലെ ഭേദഗതികളിൽ കൊണ്ടുവന്ന ഭേദഗതി ഈ കേരളമൊട്ടാകെ ഭൂപതിവ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ അവിടെ കൃഷി, അതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാണിജ്യ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം ക്രമവൽക്കരിക്കാനുള്ള അധികാരം ഗവൺമെന്റിന് ഏറ്റെടുക്കും. ഇതിനെല്ലാം പണമടയ്ക്കണം, ഫീസ് അടയ്ക്കണം. ഇതിനെയാണ് കൃഷിക്കാരും ഇടുക്കിയിലെ കൃഷിക്കാരും കേരളമൊട്ടാകെ ഉള്ള കൃഷിക്കാർ എതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഗവർണർ ഇത് ഒപ്പിടുന്നോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം അത് സർക്കാരും ഗവൺമെന്റും തമ്മിൽ തർക്കിക്കണം. ഇത് UDF നേരത്തെ തന്നെ ഉന്നയിച്ചതും ഈ നിയമത്തിൽ ചട്ട ഭേദഗതി വരുത്തുമ്പോൾ കേരളമൊട്ടാകെ ഭൂപതിവ് ചട്ടങ്ങളിൽ അവർക്ക് ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കൃഷിയും വാണിജ്യ പ്രവർത്തനങ്ങളും അനുവദിച്ചു കൊടുക്കുകയും നിലവിലുള്ള ഫീസും കാര്യങ്ങളുമൊക്കെ ഈടാക്കിക്കൊണ്ട് അത് നടത്താനുള്ള ഒരു ഭേദഗതിയാണ് വരേണ്ടത്.
അത്തരമൊരു ഭേദഗതി വരുത്താൻ ഈ ചട്ടത്തിൽ മാറ്റം വരുത്താൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം അതിശക്തമായി UDF-ഉം മറ്റെല്ലാ കക്ഷികളും ഈ പ്രക്ഷോഭവുമായി മുമ്പോട്ട് പോകും. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇടുക്കിയിൽ നടത്തിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സഹായിക്കാനുള്ള പ്രക്ഷോഭമാണ്, കൃഷിക്കാരെ സഹായിക്കാനുള്ള ഒരു പ്രക്ഷോഭമായി ഞങ്ങൾ മുമ്പിൽ പോകും. നാളെ ഇപ്പം എല്ലാ കാലത്തും ഈ ഗവൺമെന്റിന് അധികാരത്തിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ. നാളെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇവിടെ UDF-ന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇടുക്കിയിലെ കൃഷിക്കാരുന്നയിക്കുന്ന ആവശ്യം കേരളമൊട്ടാകെ ഭൂപതിവ് ചട്ടങ്ങളിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയ സർക്കാർ വച്ചിട്ടുള്ളതെല്ലാം മാറ്റി കൃഷിക്കാർക്ക് പൂർണ്ണമായി അവരാവശ്യപ്പെടുന്ന രീതിയിൽ ആ ചട്ടം ഭേദഗതി ചെയ്ത് കൊടുക്കാൻ ആ ഗവൺമെന്റ് മുൻഗണന നൽകിക്കൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ ഇത് നടപ്പിലാക്കും. ഞങ്ങൾ നവകേരള സദസ്സിനെ ഞങ്ങൾ നടത്തിയ കുറ്റവിചാരണ സദസ്സിനെയൊക്കെ കുറിച്ച് ഞങ്ങളൊരു വിലയിരുത്തൽ നടത്തി. നവകേരള സദസ്സിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ജനങ്ങളുടെ പരാതി വാങ്ങി. ആ പരാതി ഏതാണ്ട് 6 ലക്ഷത്തിലധികം പരാതികളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കണക്കാണ്. ഇന്ന് പത്രങ്ങളിൽ കണ്ടത് പ്രഭാത സദസ്സിൽ പ്രമാണിമാർ ഉന്നയിച്ച പരാതികൾക്കെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ പാവപ്പെട്ടവരും സാധാരണക്കാരും കൊടുത്ത ഈ 6 ലക്ഷം പരാതികളുടെ ഭാവി എന്താ? അതാര് കൈകാര്യം ചെയ്യും? ആര് പരിഹരിക്കും? ഇതാണ് ഞങ്ങളും പറഞ്ഞത്. പരാതിക്കാരും പാവപ്പെട്ടവരും രോഗികളും സാധാരണക്കാരുടെയും പരാതി അവിടെ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നോടിയായി മന്ത്രിമാർ നടത്തിയ അദാലത്തിൽ അവിടെ വന്ന പരാതികളും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ 7 ലക്ഷം ഫയലുകൾ തീർപ്പാക്കാൻ നവകേരള സദസ്സ് നടത്തി. അതിൽ പ്രഭാത സദസ്സിൽ പങ്കെടുത്ത പ്രമാണിമാരുടെ പരാതി മാത്രം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തു. ഇതിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് ഈ നവകേരള സദസ്സ് നടത്തുന്നത്. രാഷ്ട്രീയ പ്രചരണമാണ്. അതോടൊപ്പം പ്രമാണിമാരെ ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങളായിരിക്കാം പരാതി പറഞ്ഞത്. സാധാരണക്കാരൻ്റെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമല്ല നവകേരള യാത്രയും സദസ്സും എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായി കഴിയും. ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം നവകേരള സദസ്സിൽ പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ജനകീയ പ്രശ്നങ്ങൾ, വളരെ ഗുരുതരമായ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ചോ വികസന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗത്തിൽ ആരും കേട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. കർഷകരുടെ പ്രശ്നമുണ്ട്, കൃഷി അതുപോലെ തൊഴിൽ ചെയ്തരായ ചെറുപ്പക്കാരുടെ പ്രശ്നമുണ്ട്, ഈ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ വികസന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി പ്രതിപക്ഷത്തെയും ഈ നവകേരള സദസ്സിനെ എതിർത്ത പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ മാധ്യമങ്ങളെയും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുക എന്നതാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗത്തിൽ ഞങ്ങൾക്ക് മുഴങ്ങിക്കേട്ട കാര്യം. അപ്പോൾ ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റവിചാരണ സദസ്സ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതി, അക്രമം, കെടുകാര്യസ്ഥത, ജനദ്രോഹം ഇത് ജനങ്ങളെ അറിയിക്കാനുള്ള ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രചരണം തന്നെയായിരുന്നു. ആ നിലയ്ക്ക് കുറ്റവിചാരണ സദസ്സുകൾ വിജയകരമായിരുന്നു. ഇനി ഒരു 10-20 മണ്ഡലങ്ങളിൽ നടക്കാനുണ്ട്. അത് ജനുവരി 31-നകം ഞങ്ങൾ നടത്തും. ഞങ്ങൾ നവകേരള സദസ്സിൻ്റെ ഇതിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉയർത്തുന്ന ഈ വികസനത്തിൻ്റെ പൊള്ളത്തരവും അവരുടെ ജനക്ഷേമത്തിൻ്റെ പൊള്ളത്തരവും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം തന്നെയായിരുന്നു ഞങ്ങളുടെ കുറ്റവിചാരണ സദസ്സ്. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് ആ കുറ്റവിചാരണ സദസ്സിൻ്റെ ഫലം ഞങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതാണല്ലോ 25-ാം തീയതി മുതൽ ഓരോ കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടക്കുക. അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അതൊക്കെയാണ്, അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും. അതല്ല, ഉഭയകക്ഷി ചർച്ച എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളതാണല്ലോ. അല്ലാതെ ആ ചർച്ചയിലല്ലേ വരുള്ളൂ. ചർച്ച നടത്തുമ്പോഴല്ലേ ആറാവും വച്ചു മാറാൻ പറ്റും.
കോൺഗ്രസ് എല്ലാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയും വീഴ്ചയ്ക്ക് തയ്യാറാവില്ലല്ലോ. ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, നിങ്ങളോട് ചോദിച്ചു കാണും. ഔദ്യോഗികമായി അവരുടെ അഭിപ്രായം ഈ ചർച്ചയിലെ അറിയാൻ പറ്റും. അതെ, അതറിയില്ല, അത് അവരോട് ചോദിക്കേണ്ടത്. ഈ ചർച്ച എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ്. അതെ, ഞങ്ങൾ കേരളത്തിലെ കാര്യങ്ങളാണ് ഇവിടെ UDF ചർച്ച ചെയ്യുന്നത്. അതൊക്കെ ദേശീയ തലത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യങ്ങളാണ്. ഒരതിർത്തി അവര് പരസ്യമായി പ്രകടിപ്പിച്ചത് അഭിപ്രായം പത്രത്തിൽ വന്നു, നിങ്ങളെല്ലാം കേട്ടതല്ലേ? ഇല്ല, UDFന്റെ പ്രവർത്തന പരിപാടികളെ കുറിച്ചും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ ഞങ്ങൾ നടത്തിയ പരിപാടികളെ കുറിച്ചുമായിരുന്നു യോഗത്തിലെ ചർച്ച. ആരാ? അതിന്റെ മറുപടി ചെറിയാനോട് തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. അദ്ദേഹം ഇതിനേക്കാൾ വലിയ പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതല്ല, അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഫലം ചെയ്യുകയില്ലേ എന്ന് നിങ്ങളല്ലേ വിലയിരുത്തേണ്ടത്. അതെ, ഒരു യുവാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഭാവിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയാവുമെന്നോ ആശംസിക്കുന്നതിലോ അഭിപ്രായപ്പെടുന്നതിലോ വല്ല തെറ്റുമുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ എപ്പോഴാ ചേർന്നത്? അതെ, അത് ഈ യാത്രക്കിടയിലൊന്നും അല്ലല്ലോ. അതെല്ലാം വളരെ ഗുരുതരമായി അവിടെ ക്രൗഡ് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു 10 വയസ്സായ കുട്ടി ആൾക്കൂട്ടത്തിൽ മരിച്ചതിന് ശേഷമാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. ഇത് പണ്ടങ്ങനെയല്ലല്ലോ. ഈ ശബരിമല സീസൺ തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് 2 മാസം മുമ്പ് മുഖ്യമന്ത്രി പോകും, മന്ത്രിമാർ പോകും. തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. KSRTC, PWD, പോലീസ്, ഇതെല്ലാം സംയുക്തമായി എത്ര യോഗങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത് കതിരിന്മേൽ വളം വയ്ക്കുമ്പോഴല്ലേ കൊണ്ട് ഇതിനു മുമ്പ് ഇതിനേക്കാൾ ആൾ വന്നിട്ടുണ്ടല്ലോ. ശബരിമലയോട് മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ഗവൺമെന്റിനുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഭക്തജനങ്ങൾക്ക് അറിയാം. ഇതെങ്ങനെ ഞങ്ങളാണോ വീട് കിട്ടിയത്? അവിടെ ഈ പോലീസ് നിയന്ത്രിക്കാനാവാതെ മുന്നൊരുക്കങ്ങൾ നടത്താതെ ഈ തരത്തിൽ ഇത്രയും അധികം ഒരു ഗുരുതര ഉണ്ടാക്കിയത് ഞങ്ങളല്ല. അത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങളോട് ഉണ്ടാക്കിയവരോടല്ലേ ചോദിക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാമോ എന്ന് അവരോട് ചോദിക്കണം. മുന്നണി വിപുലീകരണത്തിന് ഇപ്പം ആരുടെയും ഞങ്ങളുടെ മുമ്പിൽ ഒരു ആവശ്യം ആരും ഉന്നയിച്ചിട്ടില്ല. നിലവിലുള്ള കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. KPCCയുടെ ജാഥയ്ക്ക് UDF ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു. അവരുടെ എല്ലാവരുടെയും പിന്തുണയും അവരുടെ എല്ലാ പങ്കാളിത്തവും ഉണ്ടാവും. അത് 2 പേര് നയിക്കുമെന്നാണല്ലോ ഞങ്ങൾ പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ നേതാവും പിന്നെ പ്രസിഡന്റും. അതുകൊണ്ടാണല്ലോ 9-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. അസംബ്ലി കഴിയുന്നത് 9-ാം തീയതിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അനുമാനം. പിന്നെ അസംബ്ലി എപ്പോഴാണോ കഴിയുന്നത് അന്ന് അതിൻ്റെ അടുത്ത ദിവസം. ഞാനുണ്ടല്ലോ ഇതിൽ, പ്രത്യേകം ഉൾപ്പെടുത്തണ്ടല്ലോ. അല്ല, അല്ലെങ്കിലും നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജാഥ നയിക്കാൻ 2 പേര് മതി. മറ്റത് നമ്മൾ സ്ഥിരമായി നയിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. ഞങ്ങളൊക്കെ നായകന്മാരാ. ഈ പ്രത്യേകം അതിനൊരു ചുമതലപ്പെടുത്തൽ വേണ്ടല്ലോ.
UDF-ൻ്റെതല്ല, ഇത് KPCC-യുടേതാണ്. പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ അതാണ് പ്രതിപക്ഷ നേതാവ്. KPCC-യുടെ പ്രസിഡന്റ് അതാണ് പ്രസിഡന്റ്. ഞാനും പ്രസിഡന്റായിരുന്നു, ഞാനും നയിച്ചിട്ടുണ്ട്. എൻ്റെ നേതൃത്വത്തിൽ ഒരു 30 ദിവസം ഇവിടെ കേരളത്തിൽ KPCC ജാഥ നടത്തിയല്ലോ. അപ്പം അതാ ഇപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടത്തുന്ന UDF-ന് ഇനിയൊരു ജാഥ നടത്താനുള്ള സമയമില്ല. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് സംയുക്തമായി ഈ ജാഥ, അത് മാത്രമല്ല 10, 16, 20 ദിവസത്തിനകമേ ഈ പരിപാടി ഇടാനും പറ്റൂ. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോവുകയാണ്. അപ്പോൾ മതിയല്ലോ.